الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. നമ്മൾ സ്വഹീഹ് ബുഖാരിയിലെ വളരെ പ്രധാനപ്പെട്ട 3-ാം നമ്പർ ഹദീസിലെ സുപ്രധാനമായ ഒരു ഭാഗത്താണ് ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖദീജ റളിയല്ലാഹു തആല അൻഹ ആസ്വദിപ്പിച്ചുകൊണ്ട് പറഞ്ഞ 5 കാര്യങ്ങൾ, അതിൽ മറ്റൊരു റിവായത്തിലുള്ള 2 കാര്യം കൂടി പഠനാർഹമായതുകൊണ്ട് കൂട്ടിച്ചേർത്ത് അതിൽ ഇന്നലെ നിങ്ങൾ സത്യസന്ധമായി സംസാരിക്കുന്ന ആളാണല്ലോ എന്നതും വതുഅദ്ദിൽ അമാനാത്ത്, അമാനത്തിനെ നിറവേറ്റുന്ന ആളാണല്ലോ, അത് ഞാൻ ഇന്നലെ വിശദീകരിച്ചിട്ടില്ല. ഈ അമാനത്ത് എന്ന് പറഞ്ഞാൽ 3 രീതിയിലുണ്ട്. അള്ളാഹുവിനോടുള്ള അമാനത്ത്, സ്വന്തം ശരീരത്തോടുള്ള അമാനത്ത്, മറ്റു സഹജീവികളോടുള്ള അമാനത്ത്. ഇത് പൂർത്തിയാക്കുന്ന വിഷയത്തിൽ കാര്യമായ തകരാറ് സംഭവിച്ചാൽ നാളെ അല്ലാഹു തആല ഷഹീദിനെ പോലും വിടാത്ത അവസ്ഥയാണ് എന്നൊക്കെ ഹദീസിൽ കാണാം. യുഗ്തൽ അബ്ദു, അടിമയെ കൊണ്ടുവരപ്പെടും യൗമുൽ ഖിയാമ, അന്ത്യദിനത്തിൽ. ഫയുഖാൽ, എന്നിട്ട് ആ അടിമയോട് പറയപ്പെടും വൈൻ ഖുത്തില ഫീ സബീലില്ലാ, ഈ അടിമ അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ട ഷഹീദാണെങ്കിലും ശരി, അള്ളാഹിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ട രക്തസാക്ഷിയോട് ചോദിക്കപ്പെടും അദ്ദി അമാനത്തക്ക, എന്റെ അമാനത്ത് കൊടുത്തു പോകുന്നവർ. ഭയങ്കര ഗൗരവല്ലേ? അദ്ദി അമാനത്തക്ക, അമാനത്ത് കൊടുത്തു പോകുന്നു. അപ്പൊ അയാൾ പറയും കൈഫ വദ്ദിഹ വഖദ് ദഹബത്തി ദുനിയ, ദുനിയാവ് പോയല്ലോ, ഇനിയിപ്പോ ഞാൻ എങ്ങനെ കൊടുത്തു വിട്ടാന്ന് ചോദിക്കും. അപ്പൊ അല്ലാഹു തആലന്റെ ഭാഗത്ത് മലക്കളോടുള്ള ഒരു അപേക്ഷ, ഇന്തലികൂ ബിഹി ഹാവിയ, അയാളെ ഹാവിയയിൽ കൊണ്ടിടാൻ പറയും. എന്താണ് ഹാവിയ? അൽ ഖാരിയത്തു മൽ ഖാരിയ വമാ ദറാക മൽ ഖാരിയ യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ യഹ്നിൽ മൻഫൂസ് ഫഅമ്മാമൻ സഖലത്ത് ഫഅമ്മാമൻ സഖലത്ത് ഞാൻ ഓതുന്ന സൂറത്ത് തന്നെയാണ്. വഅമ്മാമൻ സഖലത്ത് മവാസിനു ഫഹുവ ഫീ ഈശത്തിർ റാദിയ. അടുത്ത വഅമ്മാമൻ ഖഫത്ത് മവാസിനു ഫഉമ്മുഹു ഹാവിയ. അത് പറയാനാണ് കോതിയത്, ആ ഹാവിയാണത്. അവിടെ അള്ളാഹു ചോദിക്കുന്നുണ്ട് മുത്തുനബിനോട് ഗൗരവം അറിയിക്കാൻ, ഒമാതറാക്ക മാഹിയ, ഈ ഹാവി എന്താ നിങ്ങൾക്ക് അറിയോ നബിയെ? നാറുൻ ഹാമിയ, അതികഠിന കഠോരമായ ചൂടുള്ള സ്ഥലമാണ്. അമാനത്ത് വീട്ടാത്ത ആൾക്കാരെ കൊണ്ടേറ്റ് നടക്കുന്ന സ്ഥലമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വൈൻ ഖുത്തില ഫീ സബീലില്ലാ എന്നുള്ള ഭാഗം നോട്ട് ചെയ്യുന്നതല്ലാണ്. അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായ ആളാണെങ്കിലും ശരി, ഓനോട് അള്ളാഹു പറയും അമാനത്ത് കൊടുത്തു പോയിക്കോ എന്ന് പറയും. യാ അല്ലാഹ്. എന്നാ നേരെ തിരിച്ച് അമാനത്തിൽ ഗൗരവമുള്ള ആളാണെങ്കിലോ അർബഉൻ, 4 കാര്യം. ഇദാ കുന്ന ഫീക, ഹദീസാണ്, ഇദാ കുന്ന ഫീക, ആ 4 കാര്യം നിന്നിൽ ഉണ്ടായാൽ ഫല അലൈക മാ ഫാതക മിനദ് ദുനിയ, ദുനിയാവിൽ ഞാൻ എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ഒരു പ്രശ്നമില്ല. അതിൽ 1-ാമത്തെ കാര്യം ഹിഫ്ളുൽ അമാന, അമാനത്തിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ 3 അമാനത്ത് വളരെ ചെറുതായിട്ട് ഞാൻ പറയാം. ഒന്ന്, അള്ളാഹുമായി ബന്ധപ്പെട്ട ഇബാദത്തിലുള്ള അമാനത്ത്. അത് എല്ലാ ഇബാദത്തിലും, ഒളൂൽ അമാനത്തുണ്ട്, നിസ്കാരത്തിൽ അമാനത്തുണ്ട്, എല്ലാ ഇബാദത്തിലും. ഓരോന്നെ പറഞ്ഞ സമയം വൈകൂല, നിങ്ങൾക്ക് തന്നെ ഇബാദത്ത് ഏതൊക്കെ ഉണ്ടെന്ന് അറിയണല്ലേ. ഒളൂലുള്ള അമാനത്ത് എന്താണ്? ഫർളിന്റെ വിഷയത്തിൽ ഗൗരവത്തിൽ ഒരു വീഴ്ച വരുത്താതെ പൂർണ്ണമായിട്ട് ഒളു കൊടുക്കുക, സുന്നത്ത് പരമാവധി ഒളൂൽ കൂട്ടുക, അതൊരു അമാനത്താണ്. നിസ്കാരത്തിന്റെ അമാനത്ത് എന്ന് പറഞ്ഞാൽ പരമാവധി നേരത്തെ തന്നെ വരിക, 1-ാം സഫിൽ തന്നെ ഇരിപ്പിടം തയ്യാറായ അൽഹംദുലില്ലാ, ആ ഭാഗം അവിടെ ഭംഗിയായി. അതിന് ഒരു കൂലി നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം തിടുക്കം വരും. പിന്നെ 1-ാം സഫിൽ എളുപ്പം നിൽക്കുക,
പിന്നെ പ്രയാസമാവും എല്ലാരും കൂടി വന്നിട്ട്. ഒന്നാം സഫിൽ ഇമാമിന്റെ വലത് ഭാഗത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് 100 കൂലിയാണ്. ഇമാമിന്റെ വലത് ഭാഗത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് എവിടെ ഉണ്ടെന്ന് അറിയോ? സൂറത്തുൽ മുഅ്മിനീനില് വല്ലദീന ഹും ഫീ അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ വല്ലദീന ഹും ഫീ സലാത്തിഹിം ഹാഫിളൂൻ എന്നുള്ള സ്ഥലത്ത് അതിന്റെ ശറഹിൽ റൂൽ ബാലാണ്. ഇമാമിന്റെ വലത് ഭാഗത്ത് നിൽക്കുന്ന ആൾക്ക് 100 കൂലിയാണ്, തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക്. അതിനോട് ചേർന്നിട്ട് കുറച്ച് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാണെങ്കിൽ 75 കൂലി. ഇമാമിന്റെ ഇടഭാഗത്ത് നിൽക്കുന്ന ആൾക്ക് 50 കൂലി. പിന്നുള്ള സെഫിലൊന്നും ആരോടും കൊണ്ടുണ്ട 25. നാളെ കൊടുങ്ങോ? അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ അടുത്താൽ അത്രയും കൂലി കൂടും. അതാണ്. അപ്പൊ എല്ലാത്തിലും അമാനത്തുണ്ട്. ശരീരത്തിനോട് അമാനത്തുണ്ട്. ഓരോ ആളുകളുടെയും ശരീരത്തിനോട് അമാനത്ത്. കൈക്ക് അമാനത്തുണ്ട്, കാലിന് കണ്ണിനൊക്കെ അമാനത്തുണ്ട്. കണ്ണിന്റെ അമാനത്ത് ഹറാമുക്ക് നോക്കാക്കുക, കൈന്റെ അമാനത്ത് ഹറാമിൽ പിടിക്കാക്കുക, കാലിന്റെ എല്ലാ അവയവങ്ങൾക്കും അമാനത്തുണ്ട്. അതോടുകൂടി സൃഷ്ടികൾ എല്ലാം അമാനത്താണ്. നിങ്ങളെ വീട്ടിൽ മരോളുണ്ടെങ്കിൽ അല്ല നിങ്ങളെ പൊരയ്ക്ക് തന്ന അമാനത്താണ്, കഷ്ടപ്പെടുത്താൻ പാടില്ല. ചില അമ്മായിമാരുണ്ട് മരക്കളെ കുറിച്ച് പോലെ പണിക്കാരാന്ന് എഴുതും, പരേക്ക് പണിയെടുക്കാൻ വന്നാണ്. യാ അല്ലാ, കുടുങ്ങൂട്ടോ. കെട്ടിക്കൊണ്ടുവരുന്ന പെൺകുട്ടികളൊന്നും പണിയെടുക്കാൻ വരില്ല. അവരെ നല്ല മനസ്സോടുകൂടി അവര് പണിയെടുക്കണമെങ്കിൽ ആയി എന്നല്ലാതെ നിങ്ങൾക്ക് പറയാൻ ഒരു അധികാരമില്ല. നിങ്ങൾക്ക് പണിയെടുക്കാൻ വേണ്ടി കൊടുക്കുന്നതല്ല, അത് അമാനത്താണ്. ഓല് പണിയെടുക്കണം, അത് വേറെ. പക്ഷെ നമ്മളെ ഏൽപ്പിക്കാൻ പാടില്ല. ഇപ്പൊ നോക്കണ തന്നെ പണിയെടുക്കാൻ മേനുണ്ടോന്നാ. എന്നിട്ട് അടുക്കളയിൽ എന്തെങ്കിലും ആ കുട്ടി ഇതുവരെ പഠിച്ച എന്തെങ്കിലും കോഴ്സിന് പഠിക്കായിരിക്കും. ഇത് പണ്ടൊക്കെ തക്കാളി ഉള്ളിയൊന്നും മുറിച്ച് പരിചയം ഉണ്ടാവില്ല. എന്നിട്ട് ഇങ്ങനെ നോക്കുക, വെണ്ടങ്ങ് മുറിക്കുന്നത് ശരിയാണോ, തക്കാളി മുറിക്കുന്നത് ശരിയാണോ, മീൻ കഴുകണത് ശരിയാണോ? ഇത് വേലക്കാരിയല്ലേ ഇപ്പൊ വന്നിക്കണേ. കുടുങ്ങും. ഒരു മരുവളെ കൊണ്ട് നരകത്ത് പോകും ചിലപ്പോ. അത് സ്വന്തം ഇഷ്ടത്തിന് എടുത്തോട്ടെ. ഇനിയിപ്പൊ നിങ്ങൾ തിരിച്ചു പോയിട്ട് പണിയെടുക്കണേ മുടക്കാൻ നിൽക്കണ്ടട്ടാ. അതല്ലേ ഞാൻ പറഞ്ഞത്, ചുപ്പുണ്ടാക്കരുത്. ഇന്നേ ക്ലാസ് അമാനത്താണ്. അവിടെ വെച്ച മീനൊക്കെ അങ്ങനെ വരാൻ നിൽക്കണ്ട, അത് എടുത്തോട്ടെ. പക്ഷെ അത് നോക്കി പിടിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ഭയങ്കര കാര്യമൊക്കെ പറയാ, എന്നിട്ട് അതിനെ ടെൻഷനാക്കുക, എന്നിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരാൻ തോന്നാതിരിക്കുക. ഇത് കുടുങ്ങാനുള്ള കാര്യമാണ്. നമ്മളെ വരയ്ക്ക് പണിയെടുക്കാൻ വന്നാൽ കണക്കായി. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അമാനത്ത് ഭയങ്കരാണ്. മരുവനോട് അമാനത്തുണ്ട്, മരോളോട് അമാനത്തുണ്ട്, അവർക്ക് ഇങ്ങോട്ട് അമാനത്തുണ്ട്, ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ അമാനത്തുണ്ട്, സ്വന്തം ശരീരത്തിൽ അമാനത്തുണ്ട്. വീഴ്ച വന്നാൽ പിടികൂടപ്പെടും. ആദ്യ അമാനത്ത് കൊടുത്തു വയ്ക്കുമെന്ന് പറയും. ഓൻ പറയാണ്, ഞാനിപ്പോ എങ്ങനെ ഇഞ്ഞിപ്പെടുന്ന എന്ത് ചെയ്യാണ്, ആ ദുന്യാവൊക്കെ കയ്യിലെന്ന് വെച്ചാൽ അള്ളാഹ് അറിയും. ഇത് പറയാൻ തന്നെയാണ്, ഇന്നിട്ട് കൊടുക്കാനാ. നേരെ അങ്ങോട്ട് പോയിക്കോ ഹാവിയേക്ക് എന്ന് പറയും. ഹാവിയിൽ കിടന്നിട്ട് വേവണ്ടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇന്നല്ലാഹു യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്ത്. അള്ളാഹു നിങ്ങളോട് അമാനത്ത് ഇല അഹ്ലിഹാ, അതിന്റെ അഹ്ലുകാർക്ക് കൊടുത്തു വിട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നെന്താ കാര്യങ്ങള്? ഇദാ ളുയ്യഅത്തിൽ അമാനത്തു ഫന്തദിരി സഅ. മുഹമ്മദ് മുസ്തഫ. അമാനത്ത് അങ്ങണ്ട് നഷ്ടപ്പെട്ടാൽ ഖിയാമത്ത് പ്രതീക്ഷിച്ചോ എന്ന് പരിശുദ്ധ റസൂൽ. മാത്രല്ല, ഖിയാമത്തിന്റെ അവസാന അടയാളങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു അടയാളത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, അന്ന് അമാനത്തുള്ള ആളുകളെ കണ്ടിട്ടൂല എന്നാണ്. എന്നിട്ട് ആൾക്കാർ പറയും, ഇന്ന ഫീ ബനി ഫുലാൻ റജുൽ, ഇന്ന ഫീ ബനി ഫുലാൻ റജുലൻ. ഇന്ന ആളെ കുട്ടികളെ കൂട്ടത്തില്, നമ്മളെ മാമാജി ഉണ്ടല്ലോ ആലുവേജി, ആളെ കുട്ടികളെ കൂട്ടത്തില് മറ്റേ ശംസുദ്ദീൻ ഉഷാറാണോ, വിശ്വസ്തനാണ്. എവിടെയുള്ളത്? പഞ്ചായത്തിന്റെ ഏതെങ്കിലും ഒരു മൂലക്ക് ഒരാള്. എന്നിട്ട് അയാളെ തേടിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ആൾക്കാർ പോകും. കാരണം അയാളെ വിശ്വാസമുള്ളൂ. അങ്ങനെ പറയപ്പെടുന്ന ഒരു കാലം വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളിപ്പോ തന്നെ പറയില്ലേ, എനിക്ക് ഈ കാര്യം ശരിയാണോ, ഈ കുഞ്ഞാലിന്റെ വേറെ എവിടെ പോയിട്ടും കാര്യമില്ല. കാരണം മൂപ്പര് നീതിയെ നോക്കുള്ളൂ, കുടുംബം നോക്കൂല, പാർട്ടി നോക്കൂല. നീതി തന്നെ. നമ്മളെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റും? നീതിയായിട്ടാണ് പറയാം. അവിടെ പാർട്ടി നോക്കാൻ പാടില്ല, കുടുംബം നോക്കാൻ പാടില്ല. അവൻ ആൺകുട്ടിയാണ്. കുടുംബം നോക്കി നമ്മളാളെ നോക്കിയിട്ട് അന്യായം പറഞ്ഞാൽ മൂക്കിനെ തോളട്ടിട്ട് നരകത്ത് കൊണ്ടുപോകും. ന്യായം അന്യായം പറഞ്ഞ സ്ഥലത്ത് കുടുംബം നോക്കാൻ പാടില്ല, പാർട്ടി നോക്കാൻ പാടില്ല. മുസ്ലിം യഹൂദിയും കൂടി വിഷയം തീർപ്പേൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ യഹൂദിക്ക് അനുകൂലമായിട്ട് വിധിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ. യഹൂദിക്ക് അനുകൂലമായിട്ട് വിധിച്ചു.
കാരണം ന്യായം മുമ്പെടുത്തേക്കും. എവിടെ നമ്മൾ നോക്കേണ്ട ന്യായ അന്യായാണ്, പാർട്ടിയും കുടുംബമൊന്നുമല്ല. അതൊക്കെ കൊടിമ തീരും. ആഖിറത്തിൽ പിടികൂടൽ കൊടിന്റെ കളറുണ്ടല്ല, പാർട്ടിമല്ലല്ല. ആഖിറത്തിൽ പിടികൂടൽ ന്യായ അന്യായം നോക്കിയിട്ട്. അത് മുസ്ലിമാണോ കാഫിറാണെന്ന് പോലും നോക്കൂല. വളരെ ഗൗരവത്തിൽ ചിന്തിച്ചില്ലെങ്കിൽ എല്ലാരും കുടുങ്ങി പോണ രംഗാണത്. എന്താണ് വിഷയം, എന്താണ് ന്യായം, എന്താണ് അന്യായം, അങ്ങനെ സംസാരിക്കണം. അല്ലെങ്കിൽ അമാനത്ത് പൊളിയും, കുടുങ്ങിപ്പോവല്ലാരും. അദ്യ അമാനത്ത് അടച്ചു കൂട്ടി പോയിക്കോന്നു. പാർട്ടി ഇപ്പൊ എല്ലാവർക്കും ഉണ്ടോ? അപ്പൊ ഇതിലുള്ള എല്ലാവരും ഒരേ പാർട്ടിയാണോ? അപ്പൊ ന്യായം എല്ലാവർക്കും ഒന്നല്ലേ? ലോകത്ത് ഖിയാമത്ത് വരെ എല്ലാവരും കൂടി ഒരേ കൊടി പിടിച്ചിട്ട് ഒരേ പാർട്ടിക്കാരാവോ? അതൊന്നുമില്ല. പക്ഷെ ന്യായ അന്യായം എല്ലാവർക്കും ഒന്നല്ലേ? നിസ്കാരം 5 വക്ത് എല്ലാവർക്കും ഒന്നല്ലേ? ഹക്കും ബാത്തിലും എല്ലാവർക്കും ഒന്നല്ലേ? ഏത് വിഷയത്തിലും ന്യായം നോക്കി സംസാരിക്കണം, അന്യായം സംസാരിക്കണം. അമാനത്ത് കൊടുത്തു പോയിക്കോന്ന് പറയും. അമാനത്ത് പൊളിഞ്ഞാൽ നിക്കാരതാമന് വലിപ്പം കൂടിയിട്ട് കാര്യമില്ല, ഹാവിക്ക് പോണ്ടി വരും. ഹാവിയെന്ന് പറഞ്ഞാൽ ചൂടുള്ള സ്ഥലമാണ്, മനുഷ്യന്മാരിട്ടിട്ട് ഇങ്ങനെ ശവായി ആക്കുന്ന സ്ഥലമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇപ്പൊ മൊത്തങ്ങളോ നോക്കാണ്, ഒക്കെ ആരാ പറയണെന്നാ നോക്കണേ, എന്താ പറയണെന്നല്ല. ആരാണ് പറയണേ? അയാളാ പറഞ്ഞേ, എന്നാ ശരിയാ, എന്നാ ശരിയാ. ഇവനാ പറഞ്ഞ് എന്നാ ശരിയല്ല. അഞ്ഞ് എന്ത് സത്യം പറഞ്ഞാലും ഇന്ന ആളാണ് പറഞ്ഞിരിക്കണമെങ്കിൽ ശരിയല്ല. എവിടുക്കാ ഉമ്മത്തിന്റെ ഈ പോക്ക്? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അമാനത്ത് പൊളിയരുത് കേട്ടോ. അമാനത്ത് പൊളിഞ്ഞാൽ പിശാച് നമ്മുടെ ശരീരത്തെ ഭരിക്കും. ഇവിടെ ഖദീജ ഉമ്മർ റളിയല്ലാഹു തആല പറഞ്ഞ എന്താണ്? നിങ്ങൾക്കൊരു ശൈത്താനും മതിക്കൂല, നിങ്ങളെ മേത്തൊരു ജിന്നും കയറില്ല, നിങ്ങൾ അള്ളോട്ട് കൈയൊഴിക്കൂല. കാരണം നിങ്ങൾ അമാനത്തിന്റെ ആണ്. യാ അല്ലാഹ്, 40 കൊല്ലം അബൂജഹൽ മുത്തനബിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത എന്താണ്? അൽ അമീൻ. ഇത് എല്ലാവരുടെ അനുകൂലമായി വാങ്ങി വെച്ചതിന് ശേഷമാണ് അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ. 63 കൊല്ലത്തിൽ 23 കൊല്ലം ഞാൻ നബിയെന്ന് പറഞ്ഞിട്ടുള്ളൂ, 40 കൊല്ലം ഞാൻ അമീന എന്ന് പറയിപ്പിച്ചു. ആ ഹബീബിന്റെ ഉമ്മത്തുപെട്ട നമുക്ക് തീരെ അമാനത്തില്ലെങ്കിലോ? കല്ലമ ഖതബന റസൂലുള്ളാഹ്, സഹീഹ് ഹദീസാണ്. ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ ഓതിയിരുന്നത് വളരെ കുറവാണ്, ഇല്ലാ കാലം പറഞ്ഞിട്ടല്ലാതെ. എല്ലാ ഖുതുബയിലും മുത്തുനബി ഒരു ഹദീസ് പറഞ്ഞിരുന്നു. സഹാബാക്കൾ പറയാണ്, ലാ ഈമാന ലിമല്ല അമാനത്തല, ലാ ഈമാന ലിമല്ല അമാനത്തല. അമാനത്തില്ലാത്തവന് ഈമാൻ ഇല്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ലോകത്തെ പിടിച്ച് നാട്ടി നിർത്തുന്ന തൂണ് അമാനത്താണല്ലോ. അമാനത്തിലേക്ക് കുടുങ്ങിയില്ലേ? നമ്മളൊരു ബസ്സിൽ കയറാൻ പോകുമ്പോ ആ ഡ്രൈവറെ കുറിച്ച് നമുക്കൊരു വിശ്വാസത്തിലേക്ക് കയറാൻ കഴിയോ? എല്ലാതെ ജീവനും പോകൂലേ? എന്തിനാ ബസ്സിൽ കയറുന്നത്? ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മുടിയെട്ടിയത് കൃഷ്ണന്റെ അടുത്താണ്. യാത്രക്കിടയിൽ കൃഷ്ണനെ കണ്ടു, ഓന്റെ ബാർബർ ഷോപ്പ് കയറി, ഞാൻ അവിടെ ഇരുന്നു കൊടുത്തു. ഞാൻ ചിലപ്പോ അങ്ങനത്തെ ഓരോ കടയിൽ കയറലുണ്ട് കേട്ടോ. അതിന് എനിക്ക് ഒരു ന്യായം ഉണ്ട്. അതുകൊണ്ട് ആ ഇരുത്തത്തിൽ ദീനിനെ കുറിച്ച് എന്തെങ്കിലും പറയും, നമുക്ക് അനുകൂലമാണെങ്കിൽ. മതത്തിൽ ആളെ ചേർക്കല്ല, അങ്ങനെയല്ല, എങ്ങനെ പറയും, നമുക്ക് പറയാമല്ലോ. അപ്പൊ അതിനിങ്ങനെ ചിലപ്പം കേരളുണ്ട്. ഞാൻ ആ കൃഷ്ണന് ഞാൻ അവിടെ ഇരുന്നപ്പോ തന്നെ ഒരു ശീല കൊടുത്തിട്ട് കൗത്തിലാണ് കിട്ടി. എന്നിട്ട് ഇവിടെ പിന്നിട്ട് കൃഷ്ണന്, എന്നിട്ട് കത്തിരി വെച്ചാണ് എന്നോട് വെച്ച് ഞാൻ എന്താ വേണ്ടി വെച്ചു. അവിടെ അമാനത്തില്ലെങ്കിൽ 1 മിനിറ്റ് ഇരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ എന്റെ മുടിവെട്ടാണോ വേറെ എന്താ? അപ്പൊ ഏത് കോലത്തിലാണ് വെട്ടേണ്ടതെന്നാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ഇന്നെ കണ്ട ഏത് കോലത്തിലാണെന്ന് എനിക്ക് തിരിയില്ലെന്ന് വെച്ചാൽ അതെനിക്ക് തിരിയും. വലുതാക്കണോ ചെറുതാക്കണോ? ഞാൻ വാർന്ന് വെക്കാൻ പറ്റുന്ന രൂപത്തിൽ വെട്ടിയാൽ മതി എന്ന്. ഞാൻ പറഞ്ഞ ബ്ലേഡായിട്ട് ലാസ്റ്റ് പരിപാടി എടുക്കണ്ടല്ലോ ഇവിടെ. അവിടെ അമാനത്തിൽ എന്താ കാട്ടുക? കാരണം ഒരു പണിയില്ലല്ലോ. ഈ ഇത് ഒന്നുകൊണ്ട് അമർത്തിയാൽ കഴിഞ്ഞില്ല. കാരണം ഇവിടെ നമ്മൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. നെറ്റുമ്മ കുറിയുള്ള കൃഷ്ണന് തലയെക്കെട്ട് കെട്ടിയ മൂല്യർ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അമാനത്തില്ലെങ്കിൽ എങ്ങനെ ഇപ്പൊ അവിടെ ഇരിക്കുക? കാരണം പണിയൊന്നുമില്ല. ആ ഇങ്ങനെ തടവണത് എന്ത് ചെയ്താൽ മതി? ഒന്ന് പ്രസ് ചെയ്താൽ പോലെ. അമാനത്തില്ലെങ്കിൽ ആ കസേരയിൽ ഇരിക്കാൻ പറ്റുമോ? ലോകത്തുനിന്ന് അമാനത്ത് പൊളിഞ്ഞാൽ എന്താ അവസ്ഥ? അമാനത്തിൽപ്പെട്ട ഒരു കാര്യമായിട്ട സ്വകാര്യം ഫ്ലാഷാക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ഒരാളോട് ഒരു സ്വകാര്യം പറഞ്ഞാല് അത് സ്വകാര്യമാണെങ്കിൽ പിന്നെ പറിച്ചേക്കാൻ പാടില്ല. നമ്മളെ ജീവിതത്തിലൊക്കെ ചിന്തിച്ചു നോക്കാണ്. എന്റെ ജീവിതത്തിൽ കുറെ സ്വകാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ ചില ആളുകൾ ഇത് ആരോടും പറയരുത് കേട്ടോ,
ഇന്ന് വരെ ഒരു ഹൽക്കിനോട് പറയാതെ 40 കൊല്ലം സൂക്ഷിക്കുന്ന സ്വകാര്യം എൻ്റെ അടുത്ത്. 40 കൊല്ലമായിട്ട് സൂക്ഷിക്കുന്ന ചില സ്വകാര്യങ്ങൾ എൻ്റെ അടുത്തുണ്ട്. മരിക്കണവരെ ഒരാളോടും പറയില്ല. കാരണം അതുമായി ഇടപെട്ട ആളിനോട് പറഞ്ഞു, ഇത് മരിക്കണവരെ ഒരാളോടും ഉണ്ടായിരുന്നിട്ട. ഞമ്മളൊക്കെ നീച്ചോക്കണി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ആ പറഞ്ഞതും കൂടി എന്ത് ചെയ്യും? നിജായിട്ട് ആരോടും പറയരുത്. ഇത് കാരണം ഇത് മുമ്പ് പറഞ്ഞപ്പോ ആരോടും പറയരുത് എന്നിട്ടാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് നിജായിട്ട് ആരോടും അതും കൂടിയാണ് കൊടുക്കും. അമാനത്ത് പൊളിഞ്ഞ കാലല്ലേ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മൊബൈലില് കുറെ നമ്പർ ഉണ്ടാവും. ഈ നമ്പറുകളിൽ ഏത് നമ്പറാണ് ഇപ്പൊ നമുക്ക് നമ്മളെ പ്രധാനപ്പെട്ട സ്വകാര്യ കാര്യങ്ങളൊക്കെ ഒരാളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന നമ്പറുകൾ? അവനോട് പറ്റൂല, എന്നോട് വർത്താനം പറയാൻ പറ്റുള്ളൂ, സ്വകാര്യം പറയാൻ പറ്റില്ല. ഏത് നമ്പറാണുള്ളത്? അമാനത്ത് പോയി. വിശ്വാസമില്ല, ആൾക്കാർക്ക് പരസ്പരം വിശ്വാസമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ ഹദീസ് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അതൊരു ഒന്നൊന്നര പ്രസ്താവനയാണ്. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അമാനത്തില്ലാത്തോന് ഈമാനില്ലാന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് ഖദീജ ഉമ്മ പറഞ്ഞത്. ആ ഭാഗമാണ് പൂർത്തിയായി. ഇനി ഹദീസിൽ കുറച്ച് വാക്കുകളും കൂടി ഉള്ളൂ, നാളെ നമുക്ക് പറയാം. ഈ 7 കാര്യം അത് അള്ളാന്റെ റസൂലുമായി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധപ്പെട്ടല്ല, മാത്രം ബന്ധപ്പെട്ടല്ല, നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ്. 7 കാര്യം മറക്കരുത്. ഇന്നക ലതസിലുർ റഹിം വതഹ്മിലുൽ കല്ലാ വതക്സിബുൽ മഅദൂമ വതഖരിൽ ളൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖി വതസ്തഖുൽ ഹദീസ വതുഅദ്ദിൽ അമാനത്ത്. 7 കാര്യമാണ്. ആ 7 കാര്യം ഈ 7 ദിവസം വെച്ചുകൊണ്ട് ലളിതമായി ഞാൻ പറഞ്ഞു. ആ ജീവിതത്തിൽ അടക്കി പിടിച്ച് നടപ്പിലാക്കാൻ അള്ളാഹു ഗൗരവത്തോടെ ശ്രദ്ധിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الله يعني قبولك يا الله. അള്ളാഹു ഈ പ്രയാണം, ഈ സംരംഭം, ഈ വരവ്, ഈ സാന്നിധ്യം, ഈ പകരൽ, ഈ നുകരിൽ നാളെ സ്വർഗത്തിലേക്കുള്ള സുഹൃതമായി സ്വീകരിക്കണേ അല്ലാഹ്. സയ്യിആത്തുകളൊക്കെയും ഹസനാത്താക്കി തബ്ദീൽ ചെയ്ത് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഫർളുകളിലേക്ക് ഗൗരവം നൽകണേ അല്ലാഹ്. സുന്നത്തുകളിലേക്ക് താല്പര്യം നൽകണേ അല്ലാഹ്. നിന്റെ മഅരിഫത്തിന്റെ പാത്രമാക്കി ഞങ്ങളെ ഹൃദയങ്ങളെ മാറ്റിമറിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ദുനിയാവിൽ അടങ്ങറാക്കല്ല അല്ലാഹ്, ആഖിറത്തിൽ പരാജയപ്പെടുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ, രോഗങ്ങളിൽ തളർന്നു കിടക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മമ്മൂട്ടിയാക്കാന്റെ പെണ്ണുങ്ങളെ കുറിച്ച് ഗൗരവമുള്ള വളരെ സീരിയസ് ആയ റിപ്പോർട്ടുകളാണ് കിട്ടുന്നത്. എന്താണ് അവരുടെ സലാമത്ത് എന്നറിയില്ല. സന്തോഷത്തിന്റെ സലാമത്തിന്റെ വഴികളും സംവിധാനങ്ങളും വാതിലുകളും തുറന്നു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, മറ്റുള്ളവർക്ക് പേടിയാകുന്ന ഭാരമാകുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. ആ ദീർഘായുസ് മുഴുവനും നിന്റെ ത്വാഅത്തിലും ഖിദ്മത്തിലും സലാമത്തിലും സക്കീനത്തിലുമായി ഈമാനിക രംഗത്ത് പാറിപ്പറക്കാൻ, ദഅവത്തിന്റെ രംഗത്ത് ഓടി നടക്കാൻ ആരോഗ്യവും ആഫിയത്തും ഞങ്ങൾക്ക് ശേഷിയും നൽകണേ അല്ലാഹ്. രാവിലെ തന്നെ ഈ സദസ്സിൽ ദൂരെ നിന്നും അടുത്തു നിന്നുമായി വരുന്നവർ, ഇന്ന് മലപ്പുറത്ത് നിന്ന് വരെ ഒന്ന് ഇരുന്ന് പോകാൻ വന്നവരുണ്ട്. അല്ലാഹ് ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. കച്ചവടക്കാർക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. തൊഴിലാളികൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. പ്രവാസികൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആലിമീങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, ഉറങ്ങുന്നവർ, ഉറങ്ങാത്തവർ എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, പൈസയിൽ, സന്താനങ്ങളിൽ, സ്വത്തിൽ, ആരോഗ്യത്തിൽ, കുടുംബത്തിൽ, യാത്രയിൽ, ഇടപെടൽ, നേതൃത്വത്തിൽ, സേവനങ്ങളിലൊക്കെ ബർക്കത്തും നിന്റെ തിരുനോട്ടവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ആഫത്ത്, മുസീബത്തുകൾ, പെടുന്നതിനുള്ള മരണങ്ങൾ, ദുരിത ദുരന്തങ്ങൾ, കടക്കണികൾ, ശത്രുക്കൾ, ഏഷണി, ഭീഷണി, പരീക്ഷണ, പരാജയ, പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. اللهم انصر أمة سيدنا محمد
وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خلقه وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام على المرسلين.